കഥ നോർമൽ. അഷ്റഫ് പേങ്ങാട്ടയിൽ. അബുദാബിയിലെ സായാഹ്നങ്ങൾക്ക് ചിലപ്പോഴൊരു നരച്ച മഞ്ഞ നിറമാണ്. പ്രത്യേകിച്ചും ഓഫീസിൽ നിന്ന് വല്ലാതെ മുഷിഞ്ഞിറങ്ങുന്ന ദിവസങ്ങളിൽ. നെടുങ്കൻ കെട്ടിടങ്ങൾക്കിടയിലൂടെ മഞ്ഞ വെളിച്ചത്തിൻ്റെ പാളികൾ മണ്ണിലേക്ക് ചരിഞ്ഞു പതിച്ചുകൊണ്ടിരിക്കും. അന്തരീക്ഷത്തിൽ കൂത്താടി നടക്കുന്ന പൊടിപടലങ്ങൾ അതിലപ്പോൾ തെളിഞ്ഞു കാണാം. നിമിഷനേരം കൊണ്ട് അവയങ്ങനെ മിന്നിയും ചരിഞ്ഞും കടന്നുപോകും. ഇന്നതുപോലൊരു ദിവസമാണ്. ഫ്ലാറ്റിൻ്റെ താഴെ എത്തിയിട്ടും മഞ്ഞ വെളിച്ചത്തിൽ മാത്രം ദൃശ്യമാകുന്ന പൊടിപടലങ്ങളുടെ മിന്നലാട്ടങ്ങൾ നോക്കി ഞാൻ കാറിൽ തന്നെ ഇരുന്നു. ഓരോ ശ്വാസത്തിലും ഇത്രയും കരടും പൊടിയും മൂക്കിലേക്ക് കയറുന്നുണ്ടാവുമല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് തുമ്മാൻ മുട്ടി. ഞാൻ മുഖം പൊത്തി. അപ്പോഴാണ് ആരോ കാറിൻ്റെ ചില്ലിലടിക്കുന്ന ശബ്ദം കേട്ടത്. കൈകൾ വിടർത്തി നോക്കുമ്പോൾ നാത്തൂറാണ്, ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ വാച്ച്മാൻ. വാച്ച്മാൻമാരെ ഇവിടെ എല്ലാവരും നാത്തൂർ എന്നാണ് വിളിക്കുക. ഇയാൾക്കിതെന്തു പറ്റി? ഇങ്ങനെ പതിവില്ലാത്തതാണ്. നേരിട്ട് വരുന്നത് തന്നെ അപൂർവമാണ്. ലോബിയും ഇടനാഴിയും വൃത്തിയാക്കുമ്പോഴോ കച്ചറ സഞ്ചി എടുക്കാൻ ഡോറിനടുത്തേക്ക് വരുമ്പോഴോ അവിചാരിതമായി മുഖാമുഖം കണ്ടാൽ തന്നെ തല കുമ്പിട്ട് പാതി തിരിയുന്ന അറബിയിൽ ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞേക്കാം. ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 5-6 മാസമായെങ്കിലും ഇപ്പോഴും അയാളുടെ പേര് പോലും കൃത്യമായി അറിയില്ല. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അബ്ദുള്ള എന്നോ സാല എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. അയാൾ സ്വയം പറയുന്നതും എല്ലാവരും വിളിക്കുന്നതും നാത്തൂർ എന്നാണ്. അപൂർവം ചിലർ സോമാലി എന്നും പറയും. മറ്റു കെട്ടിടങ്ങളിലെ നാത്തൂർമാരെ പോലെ ഇയാൾ താമസക്കാരോട് സൗഹൃദം കൂടാനോ വിധേയത്വം കാട്ടാനോ വരാറില്ല. ഒട്ടും വായിച്ചെടുക്കാൻ പറ്റാത്തൊരു മുഖഭാവമാണ് അയാൾക്ക്. ഹമൂർ പോലുള്ള ഒരു തരം ഉൾക്കടൽ മീനിൻ്റെ മുഖം. പക്ഷെ ഇന്ന് എന്ത് പറ്റിയാവോ? ഞാൻ അയാളെ തന്നെ തുറിച്ചു നോക്കിയിരുന്നു. അയാൾ വീണ്ടും ചില്ലിലടിച്ചുകൊണ്ട് താഴ്ത്താൻ ആംഗ്യം കാണിച്ചു. ഞാൻ ചില്ലു താഴ്ത്തി. വലതു കൈ നെറ്റിയിലേക്ക് ഉയർത്തി മലർത്തി പിടിച്ചുകൊണ്ട് അയാൾ സല്യൂട്ട് ചെയ്യുന്ന പോലെ ഗുഡ് ഈവനിങ് സർ എന്ന് പറഞ്ഞു. മുറിയൻ അറബിയിലെ ഇതിനു മുമ്പ് ഞങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുള്ളോ? ഇതെന്താ ഇംഗ്ലീഷിലാണല്ലോ എന്ന് തോന്നിയെങ്കിലും ഞാൻ ഗുഡ് ഈവനിങ് എന്നു മറുപടി പറഞ്ഞു. ഉടനെ അയാൾ എൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഒരു ചോദ്യം: ആർ യു ഇന്ത്യൻ? അത്ര സൂക്ഷ്മമായ ഒരു ഭാവം അയാളിൽ നിന്നും ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഒരു നിമിഷം ഞാനൊന്നു ചൂളി. കാര്യമെന്തെന്ന് മനസ്സിലായില്ലെങ്കിലും ഞാൻ യെസ് എന്ന് പറഞ്ഞു. അതു കേട്ടതും അയാളുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചിരി. ഇന്ത്യൻസ് ആർ വെരി ഗുഡ്. ചിരിച്ചുകൊണ്ട് തന്നെ അയാൾ ഉറക്കെ പറഞ്ഞു. ഒരടി പിന്നിലേക്ക് മാറിക്കൊണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. ഇന്ത്യൻസ് ആർ വെരി ഗുഡ്. പിന്നെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോഴും ഇന്ത്യൻസ് ആർ വെരി ഗുഡ് എന്ന് പറയുകയും തള്ളവിരൽ മാത്രം നിവർത്തിപ്പിടിച്ച് കൈ ഉയർത്തി വീശുന്നുമുണ്ടായിരുന്നു. പതിവിന് വിപരീതമായി നന്നായി തേച്ച് വൃത്തിയാക്കിയ വെളുത്ത കന്തൂറയാണ് ധരിച്ചിരുന്നത്. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന നേരത്തെ ഇത്ര വെടിപ്പോടെ അയാളെ കാണാറുള്ളൂ. എനിക്കെന്തോ ആകെ ഒരു പന്തികേട് തോന്നി. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി ഫ്ലാറ്റിലേക്ക് നടന്നു. നാത്തൂർ അപ്പോഴേക്കും അതേ അംഗവിക്ഷേപങ്ങളോടെ പാർക്കിംഗ് ഏരിയയുടെ അങ്ങേ അറ്റത്തേക്ക് എത്തിയിരുന്നു. ഇന്ത്യൻസ് ആർ വെരി ഗുഡ്. ഫ്ലാറ്റിൻ്റെ താഴത്തെ നിലയിലെ റസാക്കിൻ്റെ ഗ്രോസറി കടയിലേക്ക് ചെന്ന് ഞാൻ അവനോട് ചോദിച്ചു, നമ്മുടെ നാത്തൂറിന് എന്താടാ പറ്റിയേ? സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതിനിടയിൽ റസാക്ക് എന്നെയൊന്ന് നോക്കി. പിന്നെ അലക്ഷ്യമായി പറഞ്ഞു, ഏയ് അതൊന്നുമില്ല, ഓന് പ്രാന്തളകിയതാ. ഞാനൊരു പിടിയും കിട്ടാതെ റസാക്കിനെ തന്നെ നോക്കി നിന്നു. എൻ്റെ നിൽപ്പു കണ്ട് അവൻ അല്പം അടുത്തേക്ക് വന്നു. ഓനത് ഇടയ്ക്ക് ഉണ്ടാവണതാ. അറബാബിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് വരും. ഡോക്ടറെ കാണിച്ച് ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ അപ്പം നോർമലാവും. നിങ്ങൾ ബേജാറാവേണ്ട ഭായി. സത്യത്തിൽ എനിക്കത് കേട്ടപ്പോഴാണ് ശരിക്കും ബേജാറായത്. കടയിൽ നിന്നിറങ്ങി വീണ്ടും ഞാൻ അയാളെ നോക്കി. പാർക്കിംഗ് ഏരിയയിൽ എങ്ങും കാണുന്നില്ല. ഏതെങ്കിലും കെട്ടിടങ്ങൾക്കിടയിലെ
ഗല്ലിയിലേക്ക് കയറിപ്പോയിരിക്കും. ഫ്ലാറ്റിലേക്കുള്ള ലിഫ്റ്റ് കയറുമ്പോഴും വസ്ത്രങ്ങൾ അഴിച്ച് കുളിമുറിയിലേക്ക് കടക്കുമ്പോഴും ഞാൻ നാത്തൂറിനെ കുറിച്ച് തന്നെയാണ് ആലോചിച്ചു കൊണ്ടിരുന്നത്. ഞാൻ ഇവിടേക്ക് താമസിക്കാൻ വരുന്നതിന് മുമ്പും എത്രയോ മുമ്പ് തന്നെ അയാളാണ് ഈ കെട്ടിടത്തിൻ്റെ നാത്തൂർ. അയാളുടെ കയ്യിൽ എപ്പോഴും ഒരു താക്കോൽ കൂട്ടമുണ്ടാവും. ചോസോച്ചോസം പോലെ താക്കോൽ കിലുക്കവും. ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലെ ഓപ്പൺ ടെറസിലാണ് അയാൾ താമസിക്കുന്നത്. കുടുംബവും ഉണ്ട് കൂടെ. ടെറസ് നിറയെ മീസാൻ കല്ലുകൾ പോലെ പല രാജ്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഡിഷ് ആൻറ്റിനകളാണ്. ഒരു ഭാഗത്ത് നിരനിരയായി സെൻട്രൽ എസിയുടെ ചില്ലറുകൾ. മരുഭൂമിയിലെ ചെന്നായ്ക്കളെ പോലെ അവ ഇടയ്ക്ക് മുരണ്ടുകൊണ്ടിരിക്കും. ചില്ലറുകളിൽ നിന്നപ്പോൾ ചുടുകാറ്റ് പൊന്തും. ആണും പെണ്ണുമായി 5-8 മക്കളുണ്ട് നാത്തൂറിന്. ഷാർജയിലുണ്ടായിരുന്ന മറ്റൊരു ഭാര്യയിലെ മക്കളും ഇതിലുണ്ടെന്ന് മുമ്പാരോ പറഞ്ഞിരുന്നു. ചെറിയ 2 കുട്ടികൾ സ്കൂളിൽ പോകുന്നത് കാണാറുണ്ട്. മുതിർന്ന കുട്ടികൾ ചിലപ്പോൾ അറബി കുട്ടികളോടൊപ്പം പിറകിലെ മുനിസിപ്പാലിറ്റി മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് കാണാം. ചിലര് പർദ്ദയണിഞ്ഞ് താഴെ വന്നു നിൽക്കുന്ന കാറുകളിൽ കയറിപ്പോകുന്നതും കാണാറുണ്ട്. അല്ലാതെ അവരാരും കെട്ടിടത്തിലെ താമസക്കാരാരുമായും സംസാരിക്കുന്നത് പൊതുവെ കാണാറില്ല. കെട്ടിടത്തിൻ്റെ കോണിപ്പടികളും ഇടനാഴികളും അടിച്ചു വാരാനും തുടയ്ക്കാനും അയാളുടെ ഭാര്യ അയാളെ സഹായിക്കുന്നത് കണ്ടിട്ടുണ്ട്. എപ്പോഴും കറുത്ത പർദ്ദയിട്ട ഉയരം കുറഞ്ഞ ഒരു സാധു സ്ത്രീ. അവരും പക്ഷേ ആരോടും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. ഞാൻ കുളി കഴിഞ്ഞ് തോർത്തുമുണ്ട് ബാൽക്കണിയിൽ ഉണങ്ങാനിടാൻ ചെന്നപ്പോഴാണ് നാത്തൂറിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടത്. താഴേക്ക് നോക്കുമ്പോൾ അടുത്ത ഗല്ലിയിൽ താമസിക്കുന്ന ഒരു ജപ്പാൻകാരനുമായി ഊക്കൻ വഴക്കാണ്. എന്താണ് പറയുന്നതെന്ന് കൃത്യമായി മനസ്സിലായില്ല. ജാപ്പാനിയും വലിയ ശബ്ദത്തിൽ തിരിച്ചു പറയുന്നുണ്ട്. രണ്ടുപേരും വിരൽ ചൂണ്ടുകയും ഇടിക്കാൻ കയ്യോങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും താഴെ ടയർ പഞ്ചർ കട നടത്തുന്ന ഇറാനിയും അയാളുടെ 2-3 സുഹൃത്തുക്കളും കൂടി ഓടി വന്ന് അവരെ പിടിച്ചു മാറ്റി. പിന്നെയും ഉച്ചത്തിലുള്ള ആക്രോശങ്ങൾ തുടർന്നെങ്കിലും പതിയെ പതിയെ അത് തണുത്തു. ജപ്പാൻകാരൻ തൻ്റെ കാറ് ഈ കെട്ടിടത്തിന് അടിയിൽ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴുണ്ടായ തർക്കമായിരുന്നു അതെന്ന് പിന്നീട് മനസ്സിലായി. രാത്രി കേരള സോഷ്യൽ സെന്ററിൽ ഒരു പ്രഭാഷണമുണ്ടായിരുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അനുസ്മരണം. അത് കേൾക്കാനായി ഇറങ്ങുമ്പോൾ എൻട്രൻസിൽ തന്നെ നാത്തൂർ നിൽക്കുന്നുണ്ടായിരുന്നു. റോഡിലേക്ക് കണ്ണു തറപ്പിച്ച് ഒരു പ്രതിമ കണക്കെ ചലനമില്ലാതെ. നിലം തുടക്കുന്ന ബ്രഷിന്റെ ഒരു വടി ഇടതു കൈകൊണ്ട് നിലത്ത് കുത്തിപ്പിടിച്ചിട്ടുണ്ട്. സിംഗിൾ ബാരൽ തോക്കുപോലെ. എന്നെ ശ്രദ്ധിക്കുകയോ നോക്കുക പോലുമോ ചെയ്തില്ല. പ്രസംഗം കേട്ട് തിരിച്ചു വരുമ്പോഴും അതേ നിൽപ്പു നിൽക്കുകയായിരുന്നു അയാൾ. പിറ്റേന്ന് അവധി ദിവസമായിരുന്നതിനാൽ ഞാൻ ഉണരാൻ നന്നേ വൈകി. പല്ലു തേച്ചുകൊണ്ട് പിറകുവശത്തെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ പുറത്ത് വെയിലിന് ചൂട് പിടിച്ചിരുന്നു. മുനിസിപ്പാലിറ്റി ക്വാർട്ടേഴ്സിന്റെ മുന്നിൽ പാർക്ക് ചെയ്ത് കിടക്കുന്ന വാഹനങ്ങളെല്ലാം പതച്ചു കിടക്കുകയാണ്. അങ്ങിങ്ങു നിൽക്കുന്ന ഈന്തപ്പനകളുടെയോ കാഫുമരങ്ങളുടെയോ ഒരില പോലും അനങ്ങുന്നില്ല. ആ പൊള്ളുന്ന ചൂടിലും 4-5 മൈനകൾ എന്തോ കൊത്തിപ്പെറുക്കുന്നുണ്ട്. മൈനകളെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ പാർക്ക് ചെയ്ത് കിടന്നിരുന്ന ഒരു ബസ്സിന്റെ മറവിലേക്ക് നാത്തൂർ കടന്നു വരുന്നത് കണ്ടത്. അയാൾ അലക്ഷ്യമായി അങ്ങനെ നടക്കുകയായിരുന്നിരിക്കണം. ഫുട്പാത്തിൽ കിടന്നിരുന്ന ഒരു ഒഴിഞ്ഞ പെപ്സി ടിൻ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. ശബ്ദം കേട്ട് മൈനകൾ പറന്ന് ഈന്തപ്പട്ടകളിൽ ഇരുന്നു. നാത്തൂർ 4-5 അടികൾ കൂടി മുന്നോട്ട് വന്ന് ബസ്സിനും ഇലക്ട്രിസിറ്റിക്കാരുടെ യൂട്ടിലിറ്റി സ്റ്റോറിനും ഇടയിലുള്ള സിമന്റ് തറയിൽ നിന്നുകൊണ്ട് കന്തൂറ അരയോളം പൊക്കിപ്പിടിച്ചു. പിന്നെ മുന്നോട്ടൽപ്പം വളഞ്ഞു നിന്ന് ആ സിമന്റ് തറയിലേക്ക് മൂത്രമൊഴിക്കാൻ തുടങ്ങി. അയാൾക്കപ്പോൾ ഒരു ഒട്ടകപ്പക്ഷിയുടെ ആകൃതിയായിരുന്നു. ഒട്ടകപ്പക്ഷികൾ നൃത്തം ചെയ്യുന്നതുപോലെ കാലുകൾ പിറകോട്ട് വലിച്ചും സൈഡിലേക്ക് മാറിയും മൂത്രം തെറിപ്പിച്ചു കൊണ്ടിരുന്നു അയാൾ. പിന്നെ കണ്ണുകൾ അടച്ച് മണ്ണിലേക്ക് തലപൂഴ്ത്തിയ പോലെ മൂത്രച്ചാലുകൾക്ക് നടുവിൽ അനങ്ങാതെ നിന്നു. ആ പൊരിവയലത്ത് നാത്തൂർ അങ്ങനെ എത്ര നേരം നിന്നു എന്നറിയില്ല. ഞാൻ മുഖം കഴുകാനായി ടോയ്ലറ്റിലേക്ക് കയറി. തിരിച്ചു വന്നു നോക്കുമ്പോൾ അയാളെ അവിടെയെങ്ങും കണ്ടില്ല. സിമന്റ് തറയിൽ അപ്പോഴും മൂത്രച്ചാലുകൾ ഒരു കുഞ്ഞു രാജ്യത്തിൻ്റെ
പൂപടം പോലെ വളഞ്ഞു പിരിഞ്ഞു കിടന്നിരുന്നു. മൈനകൾ പഴയ പോലെ കൊത്തിപ്പെറുക്കാൻ മരച്ചോട്ടിലേക്ക് എത്തിയിരുന്നു. ഞാനൊരാഴ്ചത്തെ അഴുക്കുതുണികൾ അലക്കുവാനും വീട് വൃത്തിയാക്കുവാനും ഭക്ഷണമുണ്ടാക്കാനും മറ്റുമായി ഓരോ പണികളിൽ മുഴുകി. എങ്കിലും ഇടക്ക് പോയി താഴേക്ക് നോക്കും. നാത്തൂറിനെ പക്ഷേ പിന്നെ എങ്ങും കണ്ടില്ല. കുളി കഴിഞ്ഞ് പട്ടാണിയുടെ കടയിൽ നിന്ന് തന്തൂർ റൊട്ടി വാങ്ങാനായി താഴെ ഇറങ്ങി. എൻട്രൻസിൽ വെച്ച് തന്നെ നാത്തൂറിനെ കണ്ടു. അയാൾ തൻ്റെ സീറ്റിൽ ഇരിക്കുകയായിരുന്നു, സൂര്യകാന്തി പൂക്കളുടെ കുരു കൊറിച്ചുകൊണ്ട്. അതിൻ്റെ തോടുകൾ ഡെസ്കിൽ കൂട്ടിവെച്ചിട്ടുണ്ട്. ശാന്തനാണ്. ചിരിച്ചു, സലാം പറഞ്ഞു. അടുത്തു കിടക്കുന്ന ഒരു സ്റ്റൂള് നീക്കിയിട്ട് തന്ന് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. ഉപ്പിട്ട് വറുത്ത സൂര്യകാന്തി കുരുക്കൾ കൊറിക്കാൻ തന്നു. ഞാൻ ഇരുന്നു. ഇന്ത്യയിൽ ഏതു ഭാഗത്താണ് നിങ്ങളുടെ നാട്? മുറിഞ്ഞാണെങ്കിലും ഇംഗ്ലീഷിൽ ഉറച്ച ശബ്ദത്തിലായിരുന്നു മൂപ്പരുടെ ചോദ്യം. ഞാൻ കേരള എന്ന് പറഞ്ഞെങ്കിലും അയാൾ മനസ്സിലാവാത്ത പോലെ എന്നെ നോക്കി. അയാളുടെ നോട്ടത്തിന് നല്ല മൂർച്ചയുണ്ടായിരുന്നു അപ്പോൾ. ഞാൻ കൊച്ചിൻ, കാലിക്കറ്റ്, മലബാർ എന്നൊക്കെ പറഞ്ഞു. അയാളുടെ മുഖത്തിൻ്റെ പേശികൾ അയയാൻ തുടങ്ങി. പിന്നെ പൊട്ടി ചിരിച്ചു. അയാൾ എനിക്കു നേരെ കൈനീട്ടി ഷെയ്ക്ക് ഹാൻഡ് തന്നു. ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, നമ്മൾ അയൽവാസികളാണ്, ഒരേ കടലിൻ്റെ അപ്പുറവും ഇപ്പുറവും താമസിക്കുന്നവർ. കഷ്ടി 1800 നോട്ടിക്കൽ മൈൽസ്. ഒരേ കടലിലാണ് നമ്മളുടെ അന്നം. അയാൾ എന്നെ ആലിംഗനം ചെയ്യാനെന്ന മട്ടിൽ എഴുന്നേറ്റ് നിന്ന് കൈകൾ നീട്ടി. ഞാൻ മനസ്സിലാവാത്ത പോലെ അവിടെ തന്നെ ഇരുന്നു. അയാളുടെ ഷെയ്ക്ക് ഹാൻഡ് തന്നെ വളരെ പരുക്കനായിരുന്നു. ശരിയാണ്, ഞങ്ങൾ കടലിൽ നിന്ന് മീൻ പിടിച്ചു തിന്ന് ജീവിക്കുന്നു. പക്ഷെ നിങ്ങളോ കപ്പലുകൾ കൊള്ളയടിക്കുകയല്ലേ? അത് കേട്ടതും അയാളുടെ മുഖഭാവം പൊടുന്നനെ മാറി. ചിരി മാഞ്ഞു. പേശികൾ മുറുകി. രൂക്ഷമായ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒരു കടൽ കൊള്ളക്കാരൻ്റെ പിടിയിൽപ്പെട്ട നാവികനെ പോലെ എന്നിൽ ആദ്യമായി ഭയം നിറഞ്ഞു. സോറി, ഞാൻ പറഞ്ഞു. നോ പ്രോബ്ലം. അയാൾ ഒന്നയഞ്ഞു. പിന്നെ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും എനിക്കറിയാം. സോമാലിയക്കാരെന്ന് കേട്ടാൽ കടൽ കൊള്ളക്കാരെന്നോ പട്ടിണിക്കാരെന്നോ ഒക്കെയാണ് നിങ്ങളുടെ ധാരണ. അതൊരു വശം. പക്ഷെ നിങ്ങൾക്കെന്തറിയാം ഞങ്ങൾ എങ്ങനെയാണ് അങ്ങനെയായതെന്ന്? അയാൾ എന്നെ ദയനീയമായി നോക്കി. തലമുറകളായി കടലു തന്നെയാണ് ഞങ്ങളുടെ അന്നം. പിന്നീട് എപ്പോഴോ ലോകത്തുള്ള പല സമ്പന്ന രാഷ്ട്രങ്ങളും അവരുടെ വ്യാവസായിക അവശിഷ്ടങ്ങൾ ഞങ്ങളുടെ ഉൾക്കടലുകളിൽ കൊണ്ടുവന്ന് തള്ളാൻ തുടങ്ങി. മീനുകളുടെ ആവാസ വ്യവസ്ഥ താറുമാറായി. മീനുകൾ പതിവായി ചത്തുപൊന്തി. ഞങ്ങളുടെ കടലിൽ നിന്ന് മീൻ അറ്റുപോയി. മീനില്ലാത്ത കടലിൽ ഞങ്ങളു പിന്നെന്ത് ചെയ്യും? ലോകത്തിനു നേർക്കുന്ന പോലെ അയാൾ എന്നെ ഇമവെട്ടാതെ തുറിച്ചു നോക്കി. എൻ്റെ നാവ് വരളുന്നതായി എനിക്കപ്പോൾ അനുഭവപ്പെട്ടു. അയാൾ സൂര്യകാന്തിക്കുരുവിൻ്റെ അവശിഷ്ടങ്ങൾ മേശക്കടിയിലുള്ള കച്ചറട്ടിനിലേക്ക് കോരിയിട്ടു. ഒരു കൊമ്പൻ സ്രാവിൻ്റെ മെയ്വഴക്കത്തോടെ ശരീരം വളച്ച് എനിക്കും മേശയ്ക്കും ഇടയിലൂടെ അതിവേഗം പുറത്തേക്ക് പോയി. ഞാൻ പതുക്കെ റൊട്ടിക്കടയിലേക്ക് നടന്നു. എൻ്റെ ചുണ്ടുകളിലപ്പോൾ ഏതോ കടലോർമ്മ പോലെ ഉപ്പുകണങ്ങൾ പറ്റിക്കിടന്നിരുന്നു. പിറ്റേന്ന് കാലത്ത് ജോലിക്ക് പുറപ്പെടുമ്പോൾ നാത്തൂറിനെ കണ്ടു. 4-5 വണ്ടികൾക്കപ്പുറത്ത് ഒരു കാറു കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. ഞാൻ കൈവീശി ഗുഡ് മോർണിംഗ് പറഞ്ഞു. അയാളും വലിയ ശബ്ദത്തിൽ പ്രത്യഭിവാദ്യം ചെയ്ത് കൈവീശി കാണിച്ചു. ഇന്നലത്തെ പിരിമുറുക്കമെല്ലാം മാറി സന്തോഷവാനായിരിക്കുന്നു. സത്യത്തിൽ അയാളുടെ അടുത്തുപോയി ഇന്നലെ പറഞ്ഞ ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിയാൻ തോന്നിയെങ്കിലും വാച്ചു നോക്കിയപ്പോൾ സിയു എന്ന് പറഞ്ഞ് കാറിൽ കയറി. ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അബുദാബിയുടെ ഇന്നത്തെ സായാഹ്നത്തിന് മഞ്ഞ വെളിച്ചമില്ല, പൊടിപടലങ്ങളില്ല, തെളിഞ്ഞ അന്തരീക്ഷം. വണ്ടി പാർക്ക് ചെയ്ത് ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോൾ ചുറ്റും നോക്കി. നാത്തൂറിൻ്റെ അനക്കങ്ങളോ ശബ്ദമോ എങ്ങുമില്ല. റൂമിൽ പോയി കുളിച്ച് ലുങ്കിയും ടീഷർട്ടും ഇട്ട് വേഗം താഴേക്കിറങ്ങി. അപ്പോഴും നാത്തൂർ എങ്ങുമില്ല. കരിച്ചാൽ കടവിന് അപ്പുറത്തുള്ള അക്കരക്കാരോട് ചെറുപ്പം തൊട്ടേ തോന്നാറുള്ള ഒരാത്മബന്ധം അറബിക്കടലിന് അങ്ങേ കരയിലുള്ള സോമാലിയക്കാരനായ ഈ അക്കരക്കാരനോടും എനിക്ക് തോന്നാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ റസാക്കിൻ്റെ ഗ്രോസറി കടയിലേക്ക് കയറി.
എന്നെ കണ്ടതും റസാക്ക് പറഞ്ഞു, അറബാബ് വന്നേരുന്നിട്ടാ, നാത്തൂറിനെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വിച്ചിട്ട പോലെ ഒക്കെ നോർമലായി. ചെറിയ ക്ഷീണുണ്ട്. അറബാബ് താങ്ങി പിടിച്ചിട്ടാണ് ലിഫ്റ്റിലേക്ക് കയറ്റിയത്. ഒന്നുറങ്ങിണീറ്റ ശരിയാവും. പാവം, ഞാൻ മനസ്സിലാണ് പറഞ്ഞത്. പക്ഷെ റസാക്ക് അത് കേട്ടു. നല്ല പാവാ. റസാക്ക് എൻ്റെ അടുത്തേക്ക് വന്ന് ശബ്ദം താഴ്ത്തി ചെവിയിൽ പറഞ്ഞു, ശാപം കിട്ടിയ കൂട്ടരല്ലേ ബായി. പണ്ട് അബ്രഹാത്തിന്റെ ആനപ്പടക്കൊപ്പം മക്കത്തെ കാബം പൊളിക്കാൻ വന്നവരാണ്. ഒടുക്കം അബാബിൽ കിളികളെ കോലത്തിൽ മലക്കുകൾ ഇറങ്ങി വന്ന് ചുടുകല്ലെറിഞ്ഞാണ് ഇവറ്റകളെ ഓടിച്ചത്. കോണം പിടിക്കില്ല. ഞാൻ പിന്നൊന്നും മിണ്ടാൻ പോയില്ല. വേഗം കടയിൽ നിന്നിറങ്ങി. നാത്തൂറിനെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ അയാളുടെ റൂമിനകത്തേക്ക് കയറിയിട്ടില്ല. അവരെങ്ങനെ സ്വീകരിക്കുമോ ആവോ. വേണ്ട, ഞാൻ ഫ്ലാറ്റിലേക്ക് തന്നെ പോയി. പിറ്റേന്ന് കാലത്ത് ജോലിക്ക് പോകാനായി അല്പം നേരത്തെ ഇറങ്ങി. പോകുന്ന വഴിയിൽ ബിൽഡിംഗ് ഓണറായ അർബാബിൻ്റെ ഓഫീസിൽ കയറി ഈ മാസത്തെ ഫ്ലാറ്റ് വാടക കൊടുക്കണമായിരുന്നു. വാടക കെട്ടി റെസീറ്റുമായി പുറത്തിറങ്ങുമ്പോഴാണ് അർബാബ് അങ്ങോട്ട് കയറി വന്നത്. സലാം പറഞ്ഞ് അദ്ദേഹം കൈ തന്നു, കെട്ടിപ്പിടിച്ചു. ഊതിൻ്റെ മണം മൂക്കിലടിച്ചു. പതിവ് പോലെ ആരോഗ്യം, ഭക്ഷണം, താമസം, കുടുംബം, ജോലി, വാഹനം തുടങ്ങി ഞാനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിൻ്റെയും വിശേഷങ്ങൾ അർബാബ് ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. തിരിച്ച് ഞാനും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. കൂട്ടത്തിൽ നാത്തൂറിൻ്റെ അസുഖ വിവരവും ചോദിച്ചു. അയാൾ ഒരു നിമിഷം എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. പിന്നെ ഇറാനി ചുവയുള്ള ഉറുദുവിൽ പറഞ്ഞു, വല്ലാഹി അവൻ മിസ്കീനാണ്. ഇപ്പോൾ ഭേദമായിട്ടുണ്ട്, അൽഹംദുലില്ലാ. പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ ഇനിയും വരും. ജിന്ന് ബാധയല്ലേ, ഒരിക്കലും വിട്ടുപോവില്ല. ഞാൻ അത്ഭുതത്തോടെ അയാളെ നോക്കി. അർബാബ് തുടർന്നു, അതെ, കടലീന്ന് പറ്റിയതാണ്. സോമാലിയയിൽ ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കുന്ന കാലം. നേവിയിലായിരുന്നു സാല. ശത്രുക്കളാരോ ഇവരുടെ ബോട്ട് തകർത്തു. മിക്കവരും മരണപ്പെട്ടു. പൊട്ടിത്തെറിച്ച ബോട്ടിന്റെ ഒരു പലകയിൽ സാലയിന് പിടുത്തം കിട്ടി. ദിവസങ്ങളോളം കടലിൽ തെന്നിയൊഴുകി. കടലാമകളുടെ രക്തം കുടിച്ച് റൂഹ് നിലനിർത്തി. ഒരു രാത്രി അയാൾ ജിന്നുകളെ മുഖാമുഖം കണ്ടു. അവർ കടലിനടിയിൽ നിധി ഒളിപ്പിക്കുകയായിരുന്നു. ജിന്നുകളെ കണ്ടാൽ നമ്മൾ ഒച്ചവെക്കാൻ പാടില്ല. സാല പക്ഷേ ആ കിടന്ന കിടപ്പിലും കൂക്കി വിളിച്ചു. ജിന്നുകൾ കൺതുറന്നു. ആ പ്രകാശത്തിൽ അറബിക്കടൽ വെട്ടിത്തിളങ്ങി. അവർ അബാബിയിൽ പക്ഷികളായി അയാൾക്കു നേരെ വട്ടമിട്ടു പറന്നു. അവയുടെ വായിൽ നിന്ന് ചുട്ടുപഴുത്ത ഉരുളൻ കല്ലുകൾ ചീറ്റിത്തെറിച്ചു. ഒരുണ്ട അയാളുടെ കാൽത്തുടയിൽ തുളച്ചു കയറി. ആ വേദനയിൽ അയാളൊന്നു പിടഞ്ഞു. പിന്നെ ബോധം തെളിയുമ്പോൾ അയാൾ ഷാർജയിലെ ഒരു ആശുപത്രിയിലായിരുന്നു. അതുവഴി വന്ന ഏതോ കപ്പലുകാർ എടുത്തുകൊണ്ടു വന്നതായിരുന്നു അയാളെ. കഥ കേട്ട് എൻ്റെ കൈകാലുകൾ മരവിച്ചു. ജിന്നുകളെ തൊട്ട് കാക്കണേ എന്ന അർത്ഥം വരുന്നൊരു അറബി സൂക്തം ചൊല്ലിക്കൊണ്ട് അർബാബ് ഓഫീസിനകത്തേക്ക് കയറിപ്പോയി. ഓഫീസിലെത്താൻ സമയമായതിനാൽ ഞാനും ഒരു വിധേന കാറിനടുത്തേക്ക് നടന്നു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് കയറുമ്പോൾ തന്നെ നാത്തൂറിനെ കണ്ടു. അയാളൊരു നീളൻ ബ്രഷ് കൊണ്ട് ഇടനാഴി അടിച്ചു വാരുകയായിരുന്നു. എൻ്റെ കാൽപ്പെരുമാറ്റം കേട്ടിട്ടും മുഖമുയർത്തിയില്ല. ഞാൻ ഗുഡ് ഈവനിങ് പറഞ്ഞു. അയാൾ ശ്രദ്ധിച്ചില്ല. കുറച്ചുകൂടി ഉച്ചത്തിൽ ഞാൻ ഗുഡ് ഈവനിങ് പറഞ്ഞു. അയാൾ മുഖമുയർത്താതെ അറബിയിൽ എന്തോ അവ്യക്തമായി മുരണ്ടുകൊണ്ട് തൻ്റെ പ്രവൃത്തി തുടർന്നു. ഞാൻ കാലിലെ പൊടി തട്ടിക്കളഞ്ഞ് പതിയെ അയാളെ മറികടന്ന് മുറിയിലേക്ക് പോയി. വസ്ത്രം മാറി തോർത്തുമുണ്ടെടുക്കാനായി ബാൽക്കണിയുടെ ചില്ലുവാതിൽ തുറന്നു. താഴെ നിന്ന് മൈനകളുടെ ചിലമ്പൽ കേൾക്കുന്നുണ്ട്. ഞാൻ പാരപ്പറ്റിൽ പിടിച്ച് തല പുറത്തേക്കിട്ടു. മൈനകൾ പുൽത്തകിടിയിൽ കൊത്തിപ്പെറുക്കുകയാണ്. അപ്പോഴാണ് യൂട്ടിലിറ്റി സ്റ്റോറിന് മുന്നിലെ സിമന്റ് തറയിലേക്ക് ശ്രദ്ധിച്ചത്. ഇന്നലെ മൂത്രം തളം കെട്ടി കിടന്നിരുന്ന ഇടം വറ്റി ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിലെ ലവണങ്ങൾ മാത്രം അപ്പോഴും അവിടെ പറ്റിപ്പിടിച്ച് വെളുത്തു കിടപ്പുണ്ടായിരുന്നു. പട്ടിണി കിടന്നു ചത്ത ഏതോ ഭീമൻ ജീവിയുടെ കൊമ്പ് പോലെ. ശുഭം.